ഞങ്ങൾക്കൊരു സെർവർ സുന്ദരം വന്നിട്ടുണ്ട്. കുടുംബശ്രീ ഹോട്ടലിലെ എൻ്റെ മോൻ ഇവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ ആവുകയാണ്. എല്ലാം മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങൾ. ഗെറ്റ് റെഡി വിത്ത് അസ് സെഷനാണ് നടക്കുന്നത്. ഗെറ്റ് റെഡി വിത്ത് അസും ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ അമ്പലത്തിലേക്ക് നിർമ്മാല്യത്തിനുള്ളിൽ എത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. സമയം ഓക്കെ 3:48. ഓൺ ടൈം. എന്നാ ചക്ക വേണം. നമ്മൾ ആറ്റ് നോറ്റ് കാത്തിരുന്ന ഐറ്റം വന്നു. ഹായ് എവരിവൺ. ഇവിടെ ഹലോ, അമ്മയുണ്ട്, ഞങ്ങളുടെ കുഞ്ഞോളേച്ചി ഉണ്ട്. ഞങ്ങളൊരു യാത്ര പോവാണ്. എവിടെ പോണേ? ഏറ്റുമാനൂർ അമ്പലത്തില്. അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകിട്ട് പോയി അവിടെ ദീപാരാധന തൊഴുത് അവിടെ നിന്ന് നാളെ കാലത്ത് തൊഴുതിട്ട് റിട്ടേൺ വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടോ മേ ബി. തിരക്കുണ്ട്. നമ്മള് നമ്മുടെ എന്താ പറയാ ഫാമിലിയിലെ എല്ലാ മെയിൻ ഫംഗ്ഷനും നമ്മളെ ഏറ്റുമാനൂര് വെച്ചാണ് നടത്താറുള്ളത്. അപ്പൊ എന്റെ ചോറൂണ് മുതല് ഇരുന്നോട്ടെ കല്യാണം, ഉണ്ണിക്കുട്ടന്റെ ചോറൂണ്, അമ്പിളിയുടെ കല്യാണം, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളും. അപ്പൊ ഞങ്ങളൊന്ന് ഏറ്റുമാനൂരപ്പനെ കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് ഒരു 2 മണിക്കൂറാണ് നമുക്ക് ട്രാവലുണ്ട്. പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ തിരക്കുണ്ട്. അപ്പൊ ഇനി നമ്മള് വൈകുന്നേരം ഇറങ്ങിയുള്ളൂ. നമുക്ക് ദീപാരാധനയ്ക്ക് തൊഴാൻ പാകത്തിന് നമ്മൾ ഇവിടുന്ന് പോകും. അവിടെ അടുത്ത് എവിടുന്നെങ്കിലൊക്കെ നമ്മൾ റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ അടിച്ച് രാവിലെ നിർമ്മാല്യമൊക്കെ തൊഴുത് തിരിച്ചു വരാനാണ്. അപ്പൊ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞങ്ങള് ഓൾമോസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എത്തി. ഇനി ഒരു 40 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. ഹാഫിൽ കൂടുതലായി അല്ലേ. MC റോഡിൽ കൂടെ വന്നിട്ട് കുറേ വളവും തിരുവാന്നേ ഉള്ളൂ. പക്ഷെ നല്ല റോഡ് കമ്പയർഡ് ടു ബാക്കിയുള്ള റോഡിനെ അപേക്ഷിച്ച്. പിന്നെ എന്താ റംബൂട്ടാനാണല്ലേ കൂടുതൽ. റംബൂട്ടാനും പൈനാപ്പിൾ കൃഷിയൊക്കെയാണ് കണ്ടത്. നെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. കാണാൻ രസം. നല്ല റോഡാ. കയറ്റം ഇറക്കാം അങ്ങനെ. ഇവിടെ കുഴിയോട് കുഴി. കൊറേ കുഴിയാകുമ്പോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചാടും എന്തായാലും അല്ലേ. ഫുള്ള് ടേണിങ് ആണ്. അതുകൊണ്ട് ഓവർടേക്ക് ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പതിയപ്പം ഓവർടേക്കിംഗ് ആണ് മോസ്റ്റ്ലി. അപ്പൊ ഞങ്ങളൊരു സർവീസ് ഇല്ലാത്തത് കൊണ്ട് സർവീസ് അല്ല, നമ്മളെ ഇടയിൽ ചായ കുടിക്കാൻ നിർത്തി. 10-15 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ചായ കുടിക്കാമോ? ചായ കുടിക്കണം. എന്നാ വാ ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് പോട്ടെ, വണ്ടി പോട്ടെ. ഞങ്ങൾക്കൊരു സെർവർ സുന്ദരം വന്നിട്ടുണ്ട്. കുടുംബശ്രീ ഹോട്ടലിലെ അറിയില്ല. ചായ ഇവിടെ സെർവർ അടിക്ക്. നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഏറ്റുമാനൂർ എത്തുന്നതിന് ഒരു 10-12 കിലോമീറ്റർ മുന്നേ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന കഫേ. അടിപൊളി ടേസ്റ്റ്. നല്ല ചൂട് പഴംപൊരി, ചൂട് പരിപ്പുട, സുഖിയൻ എല്ലാം ഉണ്ട്. ഒരു സെക്കൻഡ്. എൻ്റെ മോൻ ഇവിടുത്തെ ഫുഡ് ഇൻസ്പെക്ടർ ആവുകയാണ്. എല്ലാം മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരെണ്ണം കണ്ടിട്ട് അതിനടുത്ത് കഴിച്ചിട്ടുള്ളൂ. അല്ല, അമ്മയാണ് ഇൻസ്പെക്ടർ. അല്ല, ഇൻസ്പെക്ടറിന്റെ കൂടെ വന്നാണ് അസിസ്റ്റന്റ്. അതെവിടെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ നല്ലതാ. എനിക്ക് 3 മണി
അപ്പോൾ ഞങ്ങളിത് ഇന്നലെ പോയി വന്ന് കിടന്നുറങ്ങി. നിർമ്മാല്യം തൊഴാൻ പോവാണ്. എനിക്ക് ഞാനും എണീറ്റു. ഇനി പോയി കുളിക്കണം. അവർ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ പേസ്റ്റിങ് മേടിച്ചേരെ. അപ്പോൾ പോയി ഞങ്ങൾ റെഡി ആയിട്ട് ഇനി അമ്പലത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. യെസ്, നമ്മൾ രാവിലെ എഴുന്നേറ്റു, റെഡിയായി. നമുക്കധികം ടൈമൊന്നും വേണ്ടല്ലോ. നിർമ്മാല്യം തൊഴാൻ മണി ഇപ്പോൾ 3:40. 4 മണിക്കാണ് നമ്മുടെ നട തുറക്കുന്നത് നിർമ്മാല്യത്തിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഗെറ്റ് റെഡി വിത്ത് അസ് സെഷനാണ് നടക്കുന്നത്. നേരം വെളുത്ത് വരണമുള്ളൂ കേട്ടോ. നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് റൂം എടുത്തത് ദേവസ്വത്തിൻ്റെ റെസ്റ്റ് ഹൗസിലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആവറേജ് റൂമും കാര്യങ്ങളൊക്കെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ചീപ്പ് റേറ്റുമാണ്. അമ്പലത്തിന് തൊട്ടടുത്താണ്. ഈ കാണുന്ന വഴിക്ക് നടന്നു പോയി കഴിഞ്ഞ് അമ്പലം. നിർമ്മാല്യം തൊഴാൻ പോവാണ്. ഗെറ്റ് റെഡി വിത്ത് അസും ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ അമ്പലത്തിലേക്ക് നിർമ്മാല്യത്തിനുള്ളിൽ എത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കിവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളത്. ഇവിടെ നിന്ന് 2 സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ എന്തോ പണി നടക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നമ്മൾ സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം തൊഴാൻ വന്നപ്പോൾ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലോക്കലുള്ള ആളുകളുടെ ഒരു തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിർമ്മാല്യത്തിനും ഏതാണ്ട് അത്രയും തന്നെ ആളുകളെ ഉണ്ടാവുള്ളൂ എന്ന്. സമയം ഓക്കെ 3:48. ഓൺ ടൈം. ഓക്കെ, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ തൊഴുതിറങ്ങി പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ നിർമ്മാല്യമൊക്കെ തൊഴുതു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-25 പേരുണ്ടായിരുന്നുള്ളൂ. നല്ലപോലെ തൊഴാൻ പറ്റി. നമ്മൾ തൊഴുതിട്ട് ഇന്നലെ ആക്ച്വലി നമ്മൾ വൈകുന്നേരം എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായ കാരണം നമുക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അവിടെ തൊഴാൻ പറ്റിയില്ലായിരുന്നു. അവിടെയും തൊഴുതിട്ട് നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ കുറച്ച് നേരം റൂമിൽ പോയിട്ട് ഒരു റെസ്റ്റ് ചെയ്തിട്ട് നേരം മുളത്തിട്ടല്ല ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടെ വരാം. നിർമ്മാലയം തൊഴുത്ത് ഞാൻ പോയി കിടന്നുറങ്ങി. അമ്മയും കിരണും കൂടെ ഒന്നുകൂടെ അമ്പലത്തിലൊക്കെ വന്നു. അപ്പൊ ഇത് അമ്പലത്തിന്റെ ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ടില് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ബസ്സുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. ശബരിമലയിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരുപാട് തിരക്കാണ്. പാർക്ക് ചെയ്യാനൊന്നും കിട്ടാറ് കൂടിയില്ല. പക്ഷെ ഞങ്ങൾ പോയത് അങ്ങനെ തിരക്കില്ലാത്ത സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലവണ്ണം തൊഴാനും പറ്റിയ ഒരുപാട് തിരക്കും ഉണ്ടായില്ല. ഈ കാണുന്നതാണ് ചുറ്റമ്പലം. ഞങ്ങളുടെ താലികെട്ട് ഇവിടെ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു എന്ന് കിരൺ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വീഡിയോഗ്രാഫേഴ്സ് ഞങ്ങളിവിടെ 1-2 തവണ ഓടിച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. ഈ ചുറ്റമ്പലത്തിനോട് ചേർന്ന് തന്നെ ഇനിയൊരു ചെറിയൊരു അമ്പലം കൂടിയുണ്ട്, കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ അവിടെയും തൊഴുത് എപ്പോഴും കൃഷ്ണൻ്റെ അമ്പലം തൊഴുത് അന്തിമഹാകാളങ്കാവ് എന്ന് പറഞ്ഞിട്ട് അവിടെയുണ്ട്. അവിടെയും കൂടെ തൊഴുതിട്ടാണ് സാധാരണ ഏറ്റുമാനൂർ പോകുമ്പോൾ പോവാറ്. ഈ കാണുന്നതാണ് കൃഷ്ണൻ്റെ അമ്പലം. ഏറ്റുമാനൂർ അമ്പലത്തിന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു അമ്പലക്കുളം തന്നെയുണ്ട്. ഈ കാണുന്നതാണ് അവിടുത്തെ അമ്പലക്കുളം. കണ്ടാൽ തന്നെ അറിയാലോ, ഭയങ്കര നല്ല പച്ച കളറുള്ള വെള്ളം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ. ഈ കാണുന്നത് അമ്പലത്തിൻ്റെ സർപ്പക്കാവാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റിലോട്ട് വേറൊരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അന്തിമഹാകാളങ്കാവ് എന്ന് പറഞ്ഞിട്ടൊരു കാവുണ്ട്. അവിടെയും കൂടെ പോയി തൊഴാം. ഇപ്പോൾ ഈ കാണുന്നതാണ്. ഞങ്ങളിത് നാട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഞങ്ങൾ പോയി ഇപ്പോൾ തിരിച്ച് UK വന്നിട്ട് ഏതാണ്ട് 1 മാസമായി. ഇപ്പോഴെങ്കിലും ഇത് ഇടണമല്ലോ. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം എങ്ങാണ്ടാണ് ഞങ്ങൾ ഏറ്റുമാനൂർക്ക് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു എനിക്ക് ചക്ക വേണം, ചക്ക കഴിക്കണമെന്ന്. അതുകൊണ്ട് അമ്മ ഇപ്പോൾ അത് വ്യക്തമാണെന്ന് അറിയില്ല. അമ്മ പറഞ്ഞിട്ട് ജിനുവിന് വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. ആലുവയിൽ വീട്ടിൽ പ്ലാവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞങ്ങൾ പോയ സമയം ഓഫ് സീസൺ ആയതുകൊണ്ട് ചക്കയൊന്നും അപ്പം ഉണ്ടായില്ല. അപ്പം ചിലയിടത്തൊക്കെ ചക്ക കിട്ടാനുണ്ടായുള്ളൂ. ചക്ക വേണം. അപ്പോൾ നമ്മുടെ
ഏറ്റുമാനൂർ ടെമ്പിൾ വിസിറ്റ് തീർന്നു. ഞങ്ങൾ നിർമ്മാലയൊക്കെ തൊഴുത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. ഇവിടെ അടുത്തൊരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ അമ്പലം അടച്ചു, പക്ഷെ വ്യൂ നല്ലതായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് 7 കിലോമീറ്റർ കൂടി ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളിവിടെ അടുത്തൊരു വേറൊരു അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ അമ്പലം അടച്ചു, നല്ലതൊന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ വെള്ളത്തിൽ കൂടെ വേണം അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അമ്പലത്തേക്ക് പോകാനായിട്ട്. ഈ ഇത് ഏതോ അരുവി പോലെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ നിന്നൊരു ഇതുപോലെ ഒരു ഗുഹ പോലെ ഉള്ളിലേക്ക് പോവാം. പിന്നെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കമ്പി പിടിച്ച് പോകണം. അമ്പലം അടച്ചു. അമ്പലം അടച്ചു. അമ്പലം 9:30 അടയ്ക്കാം നമ്മൾ. അപ്പോൾ വന്നാലും അടച്ചാനെ അല്ലേ? അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അവിടേക്ക് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് നാച്ചുറലി. അതിങ്ങനെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ രസമാണ് കാണാനും. വെള്ളത്തിന് ഇത്തിരി തണുപ്പുണ്ട്. കണ്ണാ ബി കെയർഫുൾ. കാല് നോക്കി ഇറങ്ങണം. നല്ല രസമുണ്ട് അല്ലേ ആംബിയൻസ്. നമ്മൾ ആറ്റ് നോറ്റ് കാത്തിരുന്ന ഐറ്റം വന്നു. ചക്ക ഇത് കപ്പ ഉണ്ടാക്കിണ്ടെന്ന് പറഞ്ഞു. ഓരോന്നോരോ കട്ടമായിട്ട് ചക്ക, കപ്പ, കാന്താരി. അയ്യോ, ഇനി കാന്താരി പറഞ്ഞാൽ കുറച്ച് കൊടുക്കേണ്ടി വരും. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരാ അല്ലേ? മറ്റേ റീൽസ് അല്ല, വീഡിയോ. ഞാൻ ആദ്യമേ കുറച്ച് കഴിച്ചു. അവിടെ ഒന്നുമില്ല ഇപ്പൊ ചക്ക. ചക്ക എല്ലാം കൊണ്ടുപോകുന്നതാണ് അല്ലേ? അയ്യോ, ഇനി പോയിട്ട് വരാൻ പറ്റുമോ? സമയം ഉണ്ടാവോ? സത്യം പറഞ്ഞാൽ ചക്ക കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊക്കെ വിട്ടു. ചക്ക കണ്ടപ്പോൾ എന്നല്ല, നമുക്കിത് വലിയ ശീലമില്ലാന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വിട്ടുപോയി. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കിരണിൻ്റെ ട്വിൻ സിസ്റ്ററുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അവരുടെ വീട്ടിൽ കയറിയായിരുന്നു ഉണ്ണിക്കുട്ടനെ പിക്ക് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടൊരു മലേഷ്യ ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ മലേഷ്യ ട്രിപ്പിൻ്റെ വീഡിയോസ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു സോ മച്ച്.